ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സൊല്യൂഷൻ ബയസിംഗ് പ്രോബ്ലംസിൻ്റെ പാർട്ട് 2 ആണ്. ഇന്നത്തെ സെഷനിൽ KTU ഡിസംബർ 2019 7 മാർക്സ് ചോദിച്ച ഒരു പ്രോബ്ലത്തിൻ്റെ ഫുൾ സൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർ എ ഫിക്സ്ഡ് ബയസ് വിത്ത് RB ഈക്വൽസ് 300 കിലോ ഓം, RC ഈക്വൽസ് 2 കിലോ ഓം, ബീറ്റ ഈക്വൽസ് 50, VCC equals 9 volt, find the Q point and stability factor. So we need to find the Q point, quiescent operating point, and stability factor is for a fixed bias circuit. നമ്മൾ ഓൾറെഡി അനലോഗ് സർക്യൂട്ട്സിൻ്റെ മോഡ്യൂൾ 1 തിയറി എല്ലാം എക്സാം ഓറിയൻറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മോഡ്യൂൾ 1 പ്രീവിയസ് ഇയർ സൊല്യൂഷൻസ് വീഡിയോസാണ്. അതിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്യൂ പോയിൻറ്റും എസ്സും ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം ക്യൂ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് VCയും ICയും കൂടെ ചേർന്ന പോയിൻ്റിനെയാണ് നമ്മൾ ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. വേർ VC ഈസ് ദ കളക്ടർ ടു എമിറ്റ് വോൾട്ടേജ് ആൻഡ് IC ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്, കളക്ടർ വോൾട്ടേജ്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സ് ആണ് നമുക്ക് ക്യൂ പോയിൻ്റ് കൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു ഫിക്സഡ് ബയാസ് സർക്യൂട്ടാണ്. അപ്പോൾ ഫിക്സഡ് ബയാസ് സർക്യൂട്ടിൻ്റെ സർക്യൂട്ട് ഡയഗ്രവും അതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഡെറിവേഷനും നമ്മൾ ഓൾറെഡി വീഡിയോസ് അപ്ലോഡഡ് ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് IC ആണ്. അപ്പോൾ IC ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ IB ഫൈൻഡ് ഔട്ട് ചെയ്യും, എന്നിട്ട് അതിൽ നിന്നായിരിക്കും IC ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. IC ഈക്വൽ ടു ബീറ്റ IB എന്നുള്ള ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ IC ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ IB എന്ന് പറയുന്നത് നമ്മളുടെ ബേസിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് ഈ ലൂപ്പ് ഇക്വേഷൻസ് ഇൻപുട്ട് സൈഡിൽ ലൂപ്പ് ഇക്വേഷൻസ് എഴുതണം. ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് സൈഡിൽ ലൂപ്പ് ഇക്വേഷൻ എഴുതുകയാണ്. ലൂപ്പ് ഇക്വേഷൻ ഓഫ് ഇൻപുട്ട് സൈഡ് ഫോർ ഫൈൻഡിങ് IB. ഇപ്പം ഇതാണ് നമ്മളുടെ ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത്. ഈ ഒരു പാത്താണ്, ഓക്കെ, ഈ വരുന്ന പാത്താണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ സപ്ലൈ കൊടുക്കുന്നത് നമ്മൾ VCC ആണ്. അപ്പോൾ KVL അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് റൈസ് ഇൻ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു ഫോൾ ഇൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ VCC ഈക്വൽ ടു ഫോൾ ഇൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിലേക്കൂടെ പോകുന്നത് ഫസ്റ്റ് RB കൂടെ പോവും. അപ്പോൾ അതിലേക്കുള്ള ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ I/R ആണ്. ഇവിടെ കറണ്ട് IB ആണ്, റെസിസ്റ്റർ RB ആണ്. സോ IB RB. ഇനിയിപ്പോൾ ഈ പാത്തിൽ കൂടെ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്തുണ്ട്, ഒരു VBE ഉണ്ട്, പ്ലസ് VBE. ഓക്കെ, ഇങ്ങനൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് IB ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം ഈ VBE ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്ത് വരും, VCC മൈനസ് VBE ഈക്വൽ ടു IB RB എന്ന് വരും. അതിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് IB ആണ്. സോ IB ഈക്വൽസ് VCC മൈനസ് VBE ഡിവൈഡഡ് ബൈ RB എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു VCCൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 9 വോൾട്ട് എന്നുള്ളത്. സോ 9 മൈനസ് VBE എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. ബേസ് എമിറ്റർ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 0.7 ആണ്. ഓക്കെ, 0.7 ഡിവൈഡഡ് ബൈ RBയുടെ വാല്യൂ നമുക്ക് 300K തന്നിട്ടുണ്ട്. സോ 300 ഇൻറ്റു കിലോ ആകുമ്പോൾ 10⁻³ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.027 മില്ലി ആംബിയർ എന്ന് കിട്ടും. 10⁻³ മില്ലി ആംബിയർ എന്ന് കിട്ടും. അപ്പം വി ഗോട്ട് ദ ഫസ്റ്റ് റിസൾട്ട് IB. നമ്മൾ IB എന്തിനാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്, ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്ത് IC ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഇപ്പോൾ ക്യൂ പോയിൻറ്റിനകത്ത് IC ഉണ്ട്, VC ഉണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് IB കിട്ടി. സോ IC ഈക്വൽ ടു ബീറ്റയുടെ വാല്യൂ 50 ആണ്. അപ്പോൾ 50 ഇൻറ്റു IB വാല്യൂ 0.27 മില്ലി 10⁻³ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ICയുടെ വാല്യൂ 1.35 ഇൻറ്റു 10⁻³ ആംബിയർ. ദാറ്റ് ഈസ് 1.35 മില്ലി ആംബിയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിസൾട്ട് ICയുടെ വാല്യൂ 1.35 മില്ലി ആംബിയർ എന്ന് കിട്ടി. ഇനി സെക്കൻഡ്
നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വി സി ആണ്. വി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ആണ്. അത് നമുക്കറിയാം ഔട്ട്പുട്ട് സൈഡിലാണ് വരുന്നത്. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ഔട്ട്പുട്ട് ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പാത്താണ്. അവിടെ റൈസ് ഇൻ പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി സി സി. ഇപ്പോൾ നമ്മൾ ഇവിടെ എഴുതുന്നത് ഔട്ട്പുട്ട് ലൂപ്പിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ വി സി സി ഈക്വൽ ടു ആർ സിക്ക് അക്രോസ് ഉള്ള കറണ്ട്, ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ സി ആണ്. ഇപ്പം വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് വെരി ഗുഡ്, ഐ സി ആർ സി പ്ലസ് ഇവിടെ വോൾട്ടേജ് എന്താണ്, വി സി എന്ന് വരും. ഓക്കെ, അപ്പം നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വി സി ആണ്. സോ വി സി ഫൈൻഡ് ഔട്ട് ചെയ്യണം. വി സി സിയുടെ വാല്യൂ അറിയാം. അപ്പോൾ ഇതിൽ നിന്ന് വി സി ഈക്വൽ ടു എന്തെഴുതാം, ഈ ടേം ഇപ്പുറം കൊണ്ടുപോകുമ്പോഴത്തേക്ക് വി സി സി മൈനസ് ഐ സി ആർ സി എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു വി സി സിയുടെ വാല്യൂ നമുക്ക് 9 വോൾട്ട് തന്നിട്ടുണ്ട്. 9 മൈനസ് ഐ സിയുടെ വാല്യൂ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദിസ് വൺ ദാറ്റ് ഈസ് 1.35 ഇൻറ്റു 10⁻³ ഇൻറ്റു ആർ സിയുടെ വാല്യൂ 2K ആണ്. 2 ഇൻറ്റു 10⁻³ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് we will get the value of VCE as 6.3 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സിനെ ചേർന്നാണ് നമ്മൾ ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം ക്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും, ഇവിടെ ക്യൂ പോയിൻ്റ് വിൽ ബി 6.3 വോൾട്ട് 1.35 മില്ലി ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫൈൻഡ് ദ ക്യൂ പോയിൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ദ ക്യൂ പോയിൻ്റ് ദാറ്റ് ഈസ് 6.3 വോൾട്ട് 1.35 മില്ലി ആംപിയർ. ഇനി ഇവിടെ നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് സ്റ്റെബിലിറ്റി ഫാക്ടറാണ്. ഇപ്പോൾ ഇവിടെ ഫിക്സഡ് ബയാസ് സർക്യൂട്ടാണ്. ഇപ്പോൾ ഫിക്സഡ് ബയാസ് സർക്യൂട്ട് ആകുമ്പോഴത്തേക്ക് സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് β+1 ആണ്. ദാറ്റ് ഈസ് ബീറ്റയുടെ വാല്യൂ 50 വന്നിട്ടുണ്ട്. സോ 50 + 1 വിച്ച് വിൽ ബി ഈക്വൽ ടു 51. യൂണിറ്റ് ഒന്നുമില്ല. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഐ സി ഫൈൻഡ് ഔട്ട് ചെയ്തു, ബി സി ഫൈൻഡ് ഔട്ട് ചെയ്തു, എസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പം ഇങ്ങനത്തുള്ള സിമിലർ ക്വസ്റ്റ്യൻസ് എപ്പോഴും എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. അപ്പം ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ക്യൂ പോയിൻ്റ് ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഐ സി വി സി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അങ്ങനെ വരുന്ന കേസിൽ ഐ സി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഐ ബി വെച്ചിട്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഐ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിലെ ഒരു പാരാമീറ്ററാണ്. ഇപ്പോൾ ഇൻപുട്ട് ലൂപ്പ് ഇക്വേഷൻ എഴുതുക. അതുപോലെ ഈ 3 ബയസിങ്ങിൻ്റെയും സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഡെറിവേഷൻ അത് തിയറിയായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ തിയറി കൃത്യമായിട്ട് പഠിക്കുക. അതിലെങ്ങനെയാണോ നമ്മൾ ഫോളോ ചെയ്ത ആ സെയിം പ്രൊസീജിയർ വെച്ചിട്ടാണ് ഇതിൻ്റെ കേസിൽ നമ്മൾ ഈ ക്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ഐ സി അല്ലെങ്കിൽ വി സി എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ നന്നായിട്ട് പഠിക്കുക. അതുപോലെ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഒന്നിൻ്റെ എക്സ്പ്രഷനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ ഐ സി ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിന് ശേഷം വി സി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഔട്ട്പുട്ട് ലൂപ്പ് ഇക്വേഷൻ എടുത്തു, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഫിക്സഡ് ബയസ് സർക്യൂട്ടിൻ്റെ കേസിൽ β+1 ആണ്. സോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 51. അപ്പോൾ ഇതാണ് പാർട്ട് 2-ൽ നമ്മൾ 7 മാർക്സിന് KTU ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഫുൾ സൊല്യൂഷൻ ആയിരുന്നു. നെക്സ്റ്റ് പാർട്ടിൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സർക്യൂട്ടിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസി.